നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഇമാം റുക്കോയിലാണ്, നമ്മളും റുക്കോയിലേക്ക് ഇമാമിന്റെ കൂടെ റുക്കോയിലേക്ക് പ്രവേശിച്ചു എങ്കിൽ ആ റക്കായത്ത് പൂർണ്ണമായി നമുക്ക് കിട്ടുമോ? കാരണം ആളുകളുടെ സംശയം, നമ്മളവിടെ പ്രാരംഭ പ്രാർത്ഥന ഓതിയിട്ടില്ല, ഫാത്തിഹ ഓതിയിട്ടില്ല, സൂറത്ത് ഓതിയിട്ടില്ല, നേരെ റുക്കോയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വന്ന് നിന്ന ആളുകൾക്കും നമുക്കും ഒരേപോലെ ആ റക്കായത്ത് കിട്ടുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാനുള്ളത് തീർച്ചയായും ആ റക്കായത്ത് കിട്ടുമെന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വൈകി വരുന്ന ആളുകൾക്കുള്ള ഒരു ഇളവാണ്. എന്നാൽ നേരത്തെ തന്നെ വന്ന ആളുകൾ മനഃപൂർവ്വം ഫാത്തിഹ ഓതാതിരിക്കാൻ പാടില്ല. എന്നാൽ വൈകി വന്ന ആളുകൾക്ക് അവർ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിലും, പിന്നെ സൂറത്ത് ഓതലും പ്രാരംഭ പ്രാർത്ഥനയും സുന്നത്താണ്, നിർബന്ധമല്ല. ഫാത്തിഹ റുക്നാണ്. ആ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ പോലും റുക്കൂ കിട്ടിയാൽ റക്കായത്ത് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ബക്ര എന്ന് പറയുന്ന, അബൂ ബക്ര അല്ല, അബൂ ബക്ര റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കോയിലാണ്. അദ്ദേഹം ഉടനെ തന്നെ സഫിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റുക്കോയിലേക്ക് പോയി. കാരണം സഫിലേക്ക് എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ ആ റക്കായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹം പള്ളിയിലേക്ക് കയറിയ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റുക്കോയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കാരത്തിന് ശേഷം അദ്ദേഹം ഈ വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സാദകല്ലാഹു ഹിർസ, അള്ളാഹു താങ്കളുടെ താല്പര്യം വർദ്ധിപ്പിച്ചു തരട്ടെ, വലാ തഉദ്, ഇനി ആവർത്തിക്കരുത്, അഥവാ സഫിലേക്ക് വന്നിട്ട് റുക്കൂ ചെയ്യാവൂ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കൃത്യമായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സഫിലേക്ക് എത്താതെ ആരാണ് റുക്കൂ ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനാണ്. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. എന്നാൽ ഒരിക്കലും ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞില്ല? താങ്കൾക്ക് റക്കായത്ത് കിട്ടിയിട്ടില്ല, റുക്കൂയിലാണ് വന്നത്, അതുകൊണ്ട് ഒരു റക്കായത്ത് കൂടി നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മാത്രമല്ല ആ സ്വഹാബി സഫിലേക്ക് എത്താതെ തന്നെ റുക്കൂയിൽ പോകാനുള്ള കാരണം ആ സ്വഹാബിക്ക് നേരത്തെ അറിയാമായിരുന്നു, റുക്കൂ കിട്ടിയാൽ റക്കായത്ത് കിട്ടി. പ്രവാചകൻ അത് തിരുത്തിയിട്ടില്ല. ഇതാണ് ആ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബികളിൽ നിന്നൊക്കെ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട കാര്യമാണ്, ഒരാൾക്ക് റുക്കൂ കിട്ടിയാൽ ഇമാമിന്റെ കൂടെ റക്കായത്ത് കിട്ടുന്നതാണ്. അപ്പോൾ റുക്കൂ കിട്ടിയാൽ റക്കായത്ത് കിട്ടും. പക്ഷേ ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണ് മാനദണ്ഡങ്ങൾ? അത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്ന്, ഒരാൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇമാം റുക്കോയിലാണെങ്കിൽ ആ നമസ്കാരത്തിൽ ചേരുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിലേക്ക് പോകണം. നേരെ റുക്കോയിലേക്ക് പോയാൽ ആ നമസ്കാരം തന്നെ ബാത്തിലാണ്. കാരണം തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാളുടെ നമസ്കാരം സ്റ്റാർട്ട് ആയിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി എന്ന് ഉറപ്പ് വരുത്തണം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അല്ലാഹു അക്ബർ എന്നൊരാൾ പറഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകുമ്പോഴുള്ള അല്ലാഹു അക്ബർ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അതായത് അദ്ദേഹം തക്ബീറുൽ ഇഹ്റാമിലേക്ക് കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടണം, പൂർണ്ണമായും കെട്ടണം. അതിനുശേഷം റുക്കോയിലേക്ക് പോകണം. ആ റുക്കോയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം മസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, നമ്മൾ റുക്കോയിൽ പോകുമ്പോഴും ഇമാം റുക്കോയിൽ തന്നെ ആയിരിക്കണം. ഇമാം എഴുന്നേൽക്കാൻ പാടില്ല. ചില ആളുകൾ ഇമാം പൊന്തുമ്പോഴാണ് റുക്കോയിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് റുക്കു കിട്ടിയില്ല. ഇമാമിന്റെ കൂടെ തന്റെ കൈകൾ കാൽമുട്ടിൽ വെക്കണമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങളുടെ രണ്ട് കൈകളും കാൽമുട്ടിൽ വെച്ചിട്ട് ഇമാമിന്റെ കൂടെ നിൽക്കാൻ പറ്റിയാൽ ആ റുക്കു കിട്ടും. അതോടൊപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ഒരു തവണയെങ്കിലും ഇമാമിന്റെ കൂടെ പറയാൻ സാധിക്കണം. അപ്രകാരം ഇമാമിന്റെ കൂടെ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ഒരു തവണ പറയാൻ സാധിക്കുകയും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം റുക്കോയിൽ പോകാൻ കഴിയുകയും ചെയ്താൽ അത്തരം സാഹചര്യത്തിൽ ആ റക്അത്ത് കിട്ടുന്നതാണ്. ഇല്ല എങ്കിൽ, തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാകും. നാം റുക്കോയിലേക്ക് പോകുമ്പോഴേക്ക് ഇമാം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ റക്അത്ത് കിട്ടുകയില്ല.